മലക്കപ്പാറയിൽ വീണ്ടും ആന ഇറങ്ങിയിരിക്കുന്നത് മറ്റാരുമല്ല കബാലിയാണ്. ഇന്ന് പത്തടിപ്പാലത്തിനും ചന്ദൻ തോടിനും ഇടയിൽ ആന KSRTC ബസ് തടഞ്ഞ ഒരു സംഭവം ഉണ്ടായി. കാടുകയറിയ ആന കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് കാട്ടിലാണ്. അതിനുശേഷമാണ് തിരിച്ചെത്തിയത്. ദൃശ്യങ്ങളിൽ MS ലിഷോയ് ഉണ്ട് നമുക്കിപ്പം. ലിഷോയ്, അങ്ങനെ 3 മാസത്തെ ഇടവേളയ്ക്കു ശേഷം കബാലി വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പതിവൊന്നും തെറ്റിക്കാതെ KSRTC ബസ്സിന് മുന്നിൽ നിന്ന് ഭയപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കബാലി പേടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ മേഖലയിൽ? അതായത് ആദ്യ സമയങ്ങളിലൊന്നും തന്നെ കബാലി ആളുകൾക്ക് നേരെ ആക്രമണമൊന്നും നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണ കൂടുതലായി ഈ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് KSRTC ബസ് കൊമ്പുകൊണ്ട് കുത്തി ഉയർത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ബൈക്ക് യാത്രികരെ ഓടിച്ച സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ തവണ കബാലി ഈ റോഡിലേക്ക് ഇറങ്ങിയ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത്. ആ റോഡിൽ ഈ ആന നിൽക്കുന്നതിനാൽ തന്നെ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നേരം കബാലി റോഡിൽ തന്നെ നിന്നു. പിന്നീട് ആന വനത്തിൻ്റെ റോഡിൽ നിന്ന് വനമേഖലയിലേക്ക് കടന്നതോടുകൂടിയാണ് വാഹന ഗതാഗതം സാധാരണഗതിയിൽ പുനഃസ്ഥാപിക്കാനായി കഴിഞ്ഞത്. കുറച്ച് നാളുകളായി അമ്പലപ്പാറ അതുപോലെ തന്നെ ആനക്കയം മേഖലയിലായിരുന്നു, ആനക്കയം ഷോളയാർ മേഖലയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്, വനമേഖലയിലായിരുന്നു. ഇപ്പോൾ ഒരു 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ആന ഈ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വനത്തിലൂടെയുള്ള റോഡായതിനാൽ തന്നെ ആനയെ റോഡിൽ നിന്ന് പരമാവധി റോഡിൽ ഇറങ്ങുന്ന സമയത്ത് ആളുകൾ പ്രകോപനം ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രതിവിധിയായി വനംവകുപ്പ് പറയുന്നത്. അക്രമകാരിയാകുന്ന സാഹചര്യത്തിൽ ഇതിലൂടെ വാഹന ഗതാഗതം വരെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടം നേരത്തെ ഉണ്ടായിരുന്നു. ഇനി ആ ഒരു ഘട്ടം വരുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. അടുത്ത ദിവസങ്ങളിൽ അത് കൂടുതലായി അറിയാൻ സാധിക്കും. ശരി ലിഷോ, എന്താണെങ്കിലും 3 മാസങ്ങൾക്കു ശേഷമാണ് കബാലി വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങിയത്. KSRTC ബസ്സിന് മുന്നിൽ നിന്നാണ് ആന പ്രകോപനം തീർത്തുന്നത്. ആണെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഈ കബാലി പ്രകോപനമുണ്ടാക്കിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. KSRTC ബസ് ഉയർത്തുന്ന അടക്കം കാര്യങ്ങളൊക്കെ നമ്മൾ ഭീതിയോടെയാണ് കണ്ടതും വീക്ഷിച്ചതും ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് അത്തരത്തിലുള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. വനംവകുപ്പ് അധികൃതർ ആശങ്കയുടെ ഒരു സാഹചര്യവും പറയുന്നില്ല. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.